ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഇനിയും ഒരുപാട് പേർക്കുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഡൗട്ടാണ്. ഹായ്, എനിക്ക് ഇന്നായിരുന്നു ഫസ്റ്റ് സ്കാനിങ്. 8 വീക്ക് 3 days ആയി. ബട്ട് കുഞ്ഞിന് ഗ്രോത്ത് 1.5 വീക്കേ ഉള്ളൂ. ഹാർട്ട് ബീറ്റും വന്നിട്ടില്ല. നെക്സ്റ്റ് വീക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞു. എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ബ്ലീഡിംഗ് ഒന്നും ഇതുവരെയും ഇല്ല. ബ്ലീഡിംഗ് ഒന്നും ഇതുവരെയും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അബോർഷൻ ആകില്ല എന്നല്ല അർത്ഥം. ഒരു മിസ്ഡ് അബോർഷൻ്റെ ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വീക്ക് 3 days ആയതുകൊണ്ട് വീക്ക് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെയും 1.5 വീക്ക് മാത്രമേ ഗ്രോത്ത് കുഞ്ഞിനുള്ളൂ എന്ന് പറഞ്ഞാൽ ചാൻസ് അവിടെ വളരെ വളരെ കുറവാണ്. എന്നാലും ഒന്നുകൂടെ നമുക്ക് കൺഫേം ആയിട്ട് പറയണമെങ്കിൽ ഒരു സ്കാനിങ് കൂടെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഡൗട്ടാണ്, ബീറ്റ HCG വാല്യൂ 0.6 ആണ്. പോസിറ്റീവ് ഓർ നോട്ട്? നെഗറ്റീവ് ആണ്. ബീറ്റ HCG വാല്യൂ ഒരുപാട് ലോ ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആണ്. അടുത്ത ഡൗട്ടാണ്, എനിക്ക് IVF 2023 ഓഗസ്റ്റിൽ കഴിഞ്ഞതായിരുന്നു, പക്ഷേ അത് നെഗറ്റീവ് ആയിരുന്നു. ഇപ്പോൾ ഫെബ്രുവരി 23 എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു. ഡേ 2 എംബ്രിയോസ് ആൻഡ് എംബ്രിയോ ഗ്ലൂ ആണ് ചെയ്തത്. ഡേ 2 എംബ്രിയോസ് പോസിറ്റീവ് ആകാൻ ചാൻസ് ഉണ്ടോ മാഡം? റിസൾട്ട് നോക്കാൻ പറഞ്ഞത് 9/3/2023 ആണ്. 2023 ആയിരിക്കത്തില്ല, 2024 ആയിരിക്കും. അതായത് മാർച്ച് 9. ഒരുപാട് പേടിയുണ്ട് ഒരു തവണ നെഗറ്റീവ് ആയതുകൊണ്ട്. എനിക്ക് 3 തവണ നോർമലി പ്രഗ്നന്റ് ആയതാണ്. അത് വളർച്ചയില്ലാത്തത് കാരണം അബോർട്ട് ചെയ്തു. ഡേ 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തവർക്ക് തീർച്ചയായിട്ടും സക്സസ് റേറ്റ് ഉണ്ട്. ഒരുപാട് പേർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഡേ 2 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് സക്സസ് ആയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എംബ്രിയോ ഗ്ലൂ കൂടി ചെയ്തതുകൊണ്ട് ഒന്നുകൂടെ സക്സസ് റേറ്റ് അവിടെ കൂടുതലാണ്. ടെൻഷൻ ആകേണ്ട കാര്യമില്ല. മൈൻഡൊക്കെ റിലാക്സ് ആക്കി ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യമാണ്, മാം എനിക്ക് 2 തവണ അബോർഷനായി. തനിയെ ബ്ലീഡിംഗ് ആയിട്ടാണ് പോയത്. അത് രണ്ടും 7 വീക്സ് എത്തുമ്പോഴാണ് പോയത്. വളർച്ച ഇല്ലാതാവുകയും ചെയ്യുന്നു. ബ്ലഡ് ടെസ്റ്റ് ഫുൾ ചെയ്തു, അതിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. പിന്നെന്താ മാഡം ഗർഭം നിലനിൽക്കാതെ പോയി പോകുന്നേ? ഇനിയും പ്രഗ്നന്റ് ആയാൽ ഇതുപോലെ സംഭവിക്കുമോ? 2 തവണ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ഇനിയും പ്രഗ്നന്റ് ആയാൽ അങ്ങനെ സംഭവിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് ഓർക്കാം. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം ആണ്, ചേച്ചി ഡിസംബർ 20 എൻ്റെ LMP ഫെയിൻറ്റ് ലൈൻ ആണ് ഇപ്പോഴും വന്നത്. HCG ടെസ്റ്റ് ചെയ്തപ്പോൾ 603.25. ഇത് നോർമൽ തന്നെയാണോ? തീർച്ചയായിട്ടും നോർമൽ ആണ്. കോൺഗ്രാറ്റ്സ്, പോസിറ്റീവ് ആണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡോക്ടറെ കാണിക്കുക. നമുക്ക് ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റും വേണമെങ്കിൽ പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റും ഒക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കുക. ഒരു സ്കാനിങ്ങും കൂടി ചെയ്യേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യമാണ്, ഫസ്റ്റ് IVF ഫെയിലായി, രണ്ടാമത്തേത് ചെയ്യാൻ തീരുമാനിച്ചത് 4 വർഷത്തിന് ശേഷമാണ്. അത് സെയിം ഹോസ്പിറ്റലിലാണോ അതോ വേറെ ഹോസ്പിറ്റലിൽ പോകുന്നതാണോ ബെറ്റർ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഫസ്റ്റ് IVF ഫെയിലായി എന്ന് ഓർത്തിട്ട് രണ്ടാമത് നമ്മൾ അതേ ഹോസ്പിറ്റലിൽ തന്നെ
IVF ചെയ്താൽ അത് ഫെയിൽ ആകും എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരു പ്രാവശ്യം അവിടെ IVF ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രോട്ടോകോൾ ആണ് ഇനിയും നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നും ഏത് മെഡിസിൻസ് ഒക്കെയാണ് ഇനി നെക്സ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അവർക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ നെക്സ്റ്റ് IVF സക്സസ് ആകാൻ ഉപകരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണോ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. അതുപോലെ തന്നെ അവിടുത്തെ IVF ലാബിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം IVF അവിടെ ചെയ്ത് ഫെയിൽ ആയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് IVF വേറെ ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റു കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വേണം നമ്മുടെ ഹോസ്പിറ്റൽ നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഡൗട്ടാണ് എംബ്രിയോ ട്രാൻസ്ഫർ ഫെബ്രുവരി 18 2 വീക്സ് കഴിഞ്ഞ് HCG 657.6 ആണ് ഉള്ളത്. ഡോക്ടർ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. എത്ര വീക്സ് ആയിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എത്ര വീക്സ് ആണ് IVFൽ ആയത്? IVFൽ എങ്ങനെയാണ് മന്ത്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് വീക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹൗ ടു കാൽക്കുലേറ്റ് IVF മന്ത്സ് ആൻഡ് വീക്സ് അറ്റ് ദ റേറ്റ് ഓഫ് മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേർണി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തും. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആകും. അടുത്ത ഡൗട്ടാണ് വജൈനൽ ഡിസ്ചാർജിന്റെ കൂടെ ലൈറ്റ് റെഡ് കളർ കണ്ടു. ഡേ 9 ആണ്. പീരീഡ്സ് ആവുന്നതായിരിക്കുമോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകുമോ? അപ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകാനാണ് ചാൻസ്. പക്ഷേ എന്നാലും നമുക്ക് കൺഫേം ആയിട്ട് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുകയില്ല. ടെസ്റ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും പോസിറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ടെൻഷൻ ആവാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.